എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച 5-അംഗ സമിതിയുടേതാണ് ഈ നിർദ്ദേശം. സ്കൂൾ പരീക്ഷ 2 ചുരുക്കാനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി 6 പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം. ഓണം, ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ 3 പരീക്ഷകളുണ്ട്. ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ. പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം. LP, UP ക്ലാസ് സമയം കൂട്ടേണ്ടതില്ല. ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാം. സ്കൂൾ ഇടവേളകൾ 10 മിനിറ്റ് ആക്കണം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CRTയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ VP ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതി ഇന്നലെയാണ് മന്ത്രി V ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം മെയ് 21 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് ഈ വർഷം +2 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. 4,13,589 വിദ്യാർത്ഥികൾ എഴുതിയ +1 പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണെന്നും ഇതിന്റെ ഫലം ജൂണിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. +1 പ്രവേശനത്തിനായി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ മെയ് 14 തുടക്കമാകും. അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് 20 ട്രയൽ അലോട്ട്മെന്റ് മെയ് 24 പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 2 രണ്ടാമത്തേത് ജൂൺ 10 മൂന്നാമത്തേത് ജൂൺ 16 പ്രഖ്യാപിക്കും. +1 ക്ലാസുകൾ ജൂൺ 18 ആരംഭിക്കുമെന്നും പ്രവേശന നടപടികൾ ജൂലൈ 23 അവസാനിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കാൻ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലോ വീടിന് സമീപത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലോ ഉള്ള കമ്പ്യൂട്ടർ ലാബ് സൗകര്യം പ്രയോജനപ്പെടുത്താം. വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ അറിയിപ്പുകൾക്കായി എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.